ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിഷ് ഡ്രാഗൺ ചിക്കനാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഡ്രാഗൺ ചിക്കൻ വീട്ടിലുണ്ടാക്കാം എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മുടെ ഡ്രാഗൺ ചിക്കനിലേക്ക് വേണ്ട 1/2 kg ചിക്കൻ നീളത്തിന് കട്ട് ചെയ്തെടുത്തു. മൈദാമാവ് എടുത്തു, കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡാർക്ക് സോയാ സോസ് എടുത്തു, ചില്ലി സോസ് എടുത്തു, ടൊമാറ്റോ സോസ് എടുത്തു, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, കുരുമുളക് പൊടി, ഉപ്പ്. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ചിക്കൻ നീളത്തിന് കട്ട് ചെയ്തത് 1/2 kg എടുത്തു. അതിലേക്ക് നമ്മൾ മൈദാമാവ് ഇടുകയാണ്. 3 സ്പൂൺ മൈദാമാവ് ഇടുവാണേ. അതിലേക്ക് നമ്മൾ അടുത്തത് കോൺഫ്ലവർ ആണ് ചേർക്കാൻ പോകുന്നത്. അത് നമ്മൾ 2 സ്പൂൺ ഇട്ടു. ഇനി നമ്മൾ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. അതിലേക്ക് നമ്മൾ ചില്ലി സോസ് ഒഴിക്കാൻ പോവാണ്. ചില്ലി സോസ് നമ്മൾ 2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നമ്മുടെ ഡാർക്ക് സോയാ സോസ് ഒഴിക്കുകയാണ്. അതും നമ്മൾ 2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ 1/2 സ്പൂൺ ഉപ്പിട്ടു. ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാം. പിന്നെ 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടു. ഇനി നമ്മൾ നല്ലോണം അത് മിക്സ് ചെയ്ത ശേഷം അത് നമ്മൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. മാരിനേറ്റ് ചെയ്യാൻ ഒരു അരമണിക്കൂർ വെച്ച ശേഷം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ്: പച്ചമുളക്, ഇഞ്ചി, സവാള ഒരു 4 എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം 1 ഫുൾ എടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് ചില്ലി സോസ്, ഡാർക്ക് സോയാ സോസ്, ടൊമാറ്റോ സോസ്, കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിയില, പിന്നെ കുറച്ച് കാഷ്നട്ട്സും എടുത്തിട്ടുണ്ട്, പിന്നെ സൺഫ്ലവർ ഓയിൽ. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ നിങ്ങൾ എടുക്കുക. സൺഫ്ലവർ ഓയിൽ എടുക്കുക. അത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. കറിയിൽ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ചിക്കൻ കിടക്കുന്നത്. അപ്പോൾ അത്രയും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഈ ഓരോ പീസസ് നമ്മൾ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം, പാനിൽ നിന്ന് എടുക്കാം. അപ്പം ഈ ഒരു ക്രിസ്പിനെസ് കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. ചിക്കൻ നമ്മൾ കറിയിൽ നല്ല ക്രിസ്പി ആയിട്ട് കിടക്കും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ചിക്കൻ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മളിതാ കോരി ചിക്കൻ്റെ എണ്ണയൊക്കെ മാറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ്. അടുത്ത് നമ്മൾ അതേ എണ്ണയിൽ തന്നെ കാഷ്നട്ട് കുറച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അധികം മൂക്കാൻ പാടില്ല. ജസ്റ്റ് ഈ ഒരു പരുവാകുമ്പം എണ്ണയിൽ നിന്ന് കാഷ്നട്ടും കോരാം. അത് നമ്മൾ എണ്ണ മാറാനായിട്ട് വെച്ചു. ഇനി നമ്മുടെ ഗ്രേവി കറി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറിപ്പോവും. അതുകൊണ്ട് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഇടുന്നത് വെളുത്തുള്ളി 1 കൂട എടുത്തിട്ടുണ്ട്, അതിട്ടു. പിന്നെ ഇഞ്ചി കുറച്ചെടുത്തിട്ടുണ്ട്, അതും രണ്ടും കൂടി അരിഞ്ഞതാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതിലേക്ക് നമ്മൾ 3 പച്ചമുളക് അരിഞ്ഞതിട്ടു. അതിലേക്ക് നമ്മൾ നീളത്തിന് കട്ട് ചെയ്ത സവാളയാണ് ഇടേണ്ടത് കേട്ടോ. അപ്പം എല്ലാം നീളത്തിനാണ് കട്ട് ചെയ്യുന്നത്. സവാള 4 എടുത്തിട്ടുള്ളത്, നീളത്തിന് കട്ട് ചെയ്തതും ഇട്ടു. ഇതൊന്ന് നമുക്ക് വാടിക്കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട്, ഈ സവാള ഒന്ന് വാടിക്കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ നീളത്തിന് അരിഞ്ഞത് തന്നെ ക്യാപ്സിക്കം ഇട്ടു. എല്ലാം നീളത്തിനാണ് അരിയുന്നത്, ചിക്കൻ നീളത്തിന് അരിയുന്ന പോലെ. അത് കഴിഞ്ഞ് നമ്മൾ കുരുമുളക് പൊടി ഇട്ടു. ഒരു 1/2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത് കുരുമുളക് പൊടി. ഇനി അതിലേക്ക് നമ്മൾ ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു. 2 സ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്.
2 സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു. അപ്പം സോസിൻ്റെ അളവ് കുറച്ച് വേണം എന്നുള്ളവർ അങ്ങനെ ഒഴിക്കുക, പക്ഷേ ടേസ്റ്റിന് വ്യത്യാസം വരും അങ്ങനെ കുറച്ചൊക്കെ ഒഴിച്ചാൽ. അടുത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് ടൊമാറ്റോ സോസാണ്. അത് നമ്മൾ 2 സ്പൂൺ തന്നെ ഇട്ടു ടൊമാറ്റോ സോസ്. ഇനി നമ്മൾ അതിലേക്ക് അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ചില്ലി സോസാണ്. അതും നമ്മൾ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി, നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ്. നമ്മൾ ഇതിൽ കറിയിലിട്ടിരിക്കുന്നത് ഒരു 2 സ്പൂൺ ചില്ലി സോസ് ഇട്ടു കറിയിലേക്ക്. ക്യാപ്സിക്കം അധികം കുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ, നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ടു. ഇനി നമ്മളതൊന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അധികം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ്റെ ക്രിസ്പിനെസ് പോയാൽ കറിക്ക് ടേസ്റ്റ് പോവും. അതുകൊണ്ട് അധികം ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചിക്കനിലേക്ക് ആ കൂട്ട് പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ച ആ അണ്ടിപ്പരിപ്പ് നമ്മൾ അതിലേക്ക് ഇടുകയാണേ. അതും കൂടി ഇട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി. അപ്പം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മല്ലിയില ചേർത്തു. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക, ഒരു ഫ്ലേവറിനാണ്. നിങ്ങൾക്ക് മറ്റേ നമ്മുടെ സെലറി ഉണ്ടെങ്കിൽ ഇടാം. ഞങ്ങൾക്ക് മല്ലിയില മാത്രമേ കിട്ടുള്ളൂ, അതുകൊണ്ട് അത് ഇട്ടുന്നേ ഉള്ളൂ. സെലറി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, അതിട്ടാൽ ടേസ്റ്റ് കുറച്ചുകൂടി കൂടും. ഓക്കെ, നമ്മുടെ ഫൈനൽ ഡ്രാഗൺ ചിക്കൻ നിങ്ങൾക്കിത് കണ്ടുള്ളൂ. അടിപൊളി ഡ്രാഗൺ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ. വളരെ എളുപ്പത്തിന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ കൂടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.